അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സുന്നികൾ അല്ലാഹു അല്ലാത്ത ഒരു സാധനത്തെയും ദൈവമാക്കുന്നില്ല, ഒരു സാധനത്തിനും ആരാധിക്കുന്നില്ല, പൂജ ചെയ്യുന്നില്ല. ഖബർ പൂജ എന്ത് പൂജയാണത്? ഏത് മുസ്ലിമാണ് ഖബറിന് സുജൂദ് ചെയ്യുന്നത്? ഏത് മുസ്ലിമാണ് ഖബറിനെ പൂജിക്കുന്നത്? ഇല്ല. ഖബർ സിയാറത്ത് ചെയ്യുന്നു. ഖബർ പൂജ എന്ത് പൂജയാണത്? ഖബർ പൂജ എന്ത് പൂജയാണ്? ഏത് മുസ്ലിമാണ് ഖബറിടത്തിൽ സുജൂദ് ചെയ്തേന്ന? ഏത് മുസ്ലിമാണ് ഖബറിടത്തിൽ സുജൂദ് ചെയ്തേന്ന് കാണണോ? ആ മുസ്ലിം ആരാന്ന് കാണണോ? ആരാന്ന് കാണണോ? നിങ്ങൾ തീറ്റിപ്പോറ്റിയ ആളുകൾ തന്നെ. വലിയ ഗ്രാൻഡ് മുഫ്തി, AP സുന്നികളുടെ ഏറ്റവും വലിയ ഗ്രാൻഡ് മുഫ്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും വയലത്തൂർ തങ്ങളും. വേറെ നിസാർ ഏത് മുസ്ലിമാ മുസ്ലിം ചെയ്യൂല? അപ്പൊ ഇവരെ ഉണ്ടാവും അതല്ലേ? ഔസ്താദിനോട് ചോദിച്ചാൽ മതി. ഇനി ആ ഭാഗമാണ് നിങ്ങൾ കേൾക്കുക. النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه جنكروا يا رسول الله آمين 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 بحلف وغدرة وشدة ومسلم وغير آمين ولي من كل خير آمين كل خير آمين സഹോദരങ്ങളെ കണ്ടോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും വയലത്തൂർ തങ്ങളുമാണ് അജ്മീർ ദർഗയില് സുജൂദ് ചെയ്യാണ്. ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യാണ്. ഏത് മുസ്ലിമാണ് സുജൂദ് ചെയ്യാൻ? അപ്പൊ വയലത്തൂർ തങ്ങൾ മുസ്ലിം അല്ലേ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും മുസ്ലിം അല്ലേ? അല്ല എന്നാണ് കാന്തപുരം പറഞ്ഞത്. ഞാനല്ലോ മുസ്ലിം ചെയ്യൂല. ഏത് മുസ്ലിമാ ചെയ്യലേ? ഖബറിൽ സുജൂദ് ചെയ്യല്ലേ ഇവര്? ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യാറില്ലേ? ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഏത് മുസ്ലിമാണ് സുജൂദ് ചെയ്യലേ? സുജൂദ് ചെയ്ത രംഗമാണ് ആ കാണിച്ച് അല്ലേ? സുജൂദ് ചെയ്യാണ്. നിങ്ങൾക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ആരുടെ മുമ്പിലാ? ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ അതും കൽപ്പിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഖബറിനടുത്ത് സുജൂദ് ചെയ്യാറില്ല. ഖബർ പൂജ. അപ്പൊ പൂജ ഉണ്ടെന്ന് മനസ്സിലായോ? ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ മുസ്ലിമിന് പാടില്ല എന്നാണല്ലോ കാന്തപുരം പറഞ്ഞത്. എന്നിട്ടും വയലത്തൂർ തങ്ങളും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും സുജൂദ് ചെയ്യുന്നു. എത്ര ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന്റെ അവസ്ഥാവിശേഷത്തെ കുറിച്ച്. എത്ര ദോഷകരമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചേ, എന്തൊരു ഗൗരവപ്പെട്ട കാര്യമാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത് സുജൂദ് അല്ലാഹുവിന് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയാണ്. സുജൂദ് എവിടെയും ചെയ്യാന്നാണ് ഇവർ പറഞ്ഞു. സുജൂദ് അല്ലാഹ്ക്ക് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയാണ്. അപ്പൊ കാന്തപുരം പറഞ്ഞതോ സുജൂദ് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നാ മൂപ്പരെ ധ്വനി. ഏത് മുസ്ലിമാണ് ഖബറിടത്തിൽ സുജൂദ് ചെയ്യുന്നത്? ആ രംഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദുകൾ എന്തിനെ എതിർക്കുന്നത്? ഖബർ സിയാറത്തിനെയാണോ? ആണോ? യഥാർത്ഥത്തിലാണോ? എന്തിനാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞങ്ങൾ ഖബർ സിയാറത്ത് സുന്നത്താന്ന് പറയുന്നവരാണ്.
ഖബർ സിയാറത്ത് നബി ഒരു കാലഘട്ടത്തിൽ എതിർത്തു. ആർക്ക്? മുസ്ലിങ്ങൾക്ക് തന്നെ എതിർത്തു. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വളരെ വിനീതമായി ഞാൻ ചോദിക്കാൻ, ഖബർ സിയാറത്ത് എന്തുകൊണ്ട് റസൂലുള്ളാഹി തുടക്കത്തിൽ എതിർത്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി പറയാണ്, കുൻതു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ, ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അനുവദിക്കുന്നു. അപ്പൊ ഖബർ സിയാറത്ത് എന്തിന് റസൂലുള്ളാഹി തുടക്കത്തിൽ നിരോധിച്ചു? അത് മനസ്സിലാക്കാൻ ഒരു അല്പം പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരെ പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ. ആയിഷ, ജൂത ക്രിസ്ത്യാനികൾ അവരിലെ മഹാന്മാരായ ആളുകൾ മരിച്ചാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണ, മുജാഹിദികളുടെ വിശദീകരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ഥാനം കൊടുക്കണ്ടേ? നിങ്ങള് നബിയെ മുകളിലേക്ക് എടുക്കണ്ടേ ഉമ്മത്തെ? അള്ളാന്റെ റസൂല് പറഞ്ഞ വിശദീകരണത്തെ നമ്മൾ ചെവിക്കൊള്ളണ്ടേ ഉമ്മത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജൂത ക്രിസ്ത്യാനികളിൽ മഹാന്മാര് മരിച്ചാല് അവരവരുടെ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയേർന്നു. എന്നിട്ട് നബി പറയാണ്, എന്നിട്ട് അവിടെ അവർ ആരാധന നടത്തും. ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടർ ആ ഖബർ കെട്ടി ഉയർത്തുന്നവരാണ്. അള്ളാന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തി അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തലാണ്. ഈ വസ്തുത ഒന്ന് മനസ്സിലാക്കണം. അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തൽ മാത്രമാണെന്നല്ലേ സമസ്ത പ്രസിദ്ധീകരിക്കുന്നതും പറയുന്നതും അല്ലേ? അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ഖബർ കെട്ടി ഉയർത്തുന്നതിൽ ഇസ്ലാം കുഴപ്പമില്ലെന്നല്ലേ? എന്റെ ചോദ്യം, അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയത് തന്നെ ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് സൃഷ്ടികളിൽ ഏറ്റവും നീചർ നികൃഷ്ടരായിട്ടുള്ള ആളുകൾ, വൃത്തികെട്ട ജന്തുക്കളെക്കാൾ വൃത്തികെട്ടവരാണവർ എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. ഖബർ കെട്ടി ഉയർത്തുന്നവരാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഭാര്യമാരിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നബിയുടെ മരണവേളയിൽ ഗൗരവമായി റസൂലുള്ളാഹി ചർച്ച ചെയ്തൊരു സബ്ജക്റ്റും കൂടിയാണിത്. എന്ന് നിങ്ങൾ ആലോചിച്ച്, അമ്പിയാക്കളുടെ, നമ്മൾ സാധാരണ ഒരു സുന്നി സഹോദരനോട്, EKP സുന്നി പെട്ടിരുത്തനോട്, അല്ല മോനെ ഖബർ കെട്ടി ഉയർത്തി മഹാന്മാരുടെ ഖബർ കെട്ടി ഉയർത്തൽ പുണ്യല്ലേ? അപ്പൊ അമ്പിയാക്കളെ ഏറ്റവും വലിയ മഹാന്മാരല്ലേ മോനെ? അതെ, അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയുണ്ട്. പിന്നെന്തിനാ മോനെ ജൂതന്മാരെ അല്ലാഹ് ശപിച്ചത്? അപ്പൊ ബബ്ബേ അടിക്കും. മോനെ, അമ്പിയാക്കൾ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ? ഏറ്റവും വലിയ മഹാന്മാരല്ലേ? ആ മഹാന്മാരുടെ ഖബർ കെട്ടി ഉയർത്തിയവരെ അല്ലാഹ് ശപിച്ചു എന്ന് റസൂലുള്ളാഹിയാ പറയുന്നത്, മുജാഹിദുകളല്ല. റസൂലുള്ളാഹിന്റെ വാക്ക് മുതലെടുക്കാത്തവരെ, നബി അംഗീകരിക്കാത്തവരെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടന്ന് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് 49-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ എടുക്കേണ്ട, മുകളിലേക്ക് എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണെന്ത്? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹു ജൂതന്മാരെ ശപിച്ചു, അല്ലാഹു നസാറാക്കളെ ശപിച്ചു. ഇത്തഖദു, അവരുണ്ടാക്കി, അവർ സ്വീകരിച്ചു, അവരെടുത്തു, ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബർ അവർ കെട്ടിയുയർത്തി, എന്നിട്ട് അവിടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. ഇതാ ഇവർ ചെയ്യുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്ലിപ്പിങ്ങിൽ വൈലത്തുർത്തങ്ങളും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഒന്നിച്ചൊന്ന് ചെയ്ത പ്രവൃത്തികൾ ഈ ഖബർ ആരാധനയാണ്. ഇതാണ് ജൂതന്മാർക്ക് സംഭവിച്ചത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിവേച്ചുപോയ ക്രിസ്ത്യാനികളുടെയോ നിന്റെ കോപത്തിന് പാത്രീഭൂതരായ ജൂതന്മാരുടെ കൂട്ടത്തിലോ റബ്ബേ നീ എന്നെ പെടുത്തരുതേ. അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരില്ലേ നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ പറയണേ ജൂതന്, ശപിച്ച ജൂതന്റെ പണിക്ക് ഇന്ന വിധേയാക്കല്ലേ റബ്ബേ എന്നാണ്. എന്നിട്ട് ആ ജൂതൻ ചെയ്ത പണി ഖബർ കെട്ടിപ്പൊന്തിക്കൽ നമ്മൾ ചെയ്യുന്നു. ഇതാ മുജാഹിദുകൾ നിൽക്കുന്നത്. ഖബർ സിയാറത്ത് അക്കാലഘട്ടത്തിൽ നബി അവർക്ക് നിരോധിച്ചു. എന്തുകൊണ്ട്? ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും ഖബർ പൂജകരായി ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഖബർ കെട്ടി ഉയർത്തിയവരവര്. അവിടുന്ന് നബീന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടവർ ഇങ്ങോട്ട് വന്നാ സ്വാഭാവികമായിട്ടും ഖബർ സിയാറത്ത് അവർക്ക് അനുവദിച്ചിരുന്നെങ്കിൽ അവർ വീണ്ടും ശിർക്കിലേക്ക് പോകുകയായിരുന്നു. അവർക്ക് ശരിക്ക് തൗഹീദ് ഉറക്കുന്നവരെ നബി ഖബർ സിയാറത്ത് അവർ നിരോധിച്ചു. അഥവാ ഇന്ന് റസൂലുള്ളാഹി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നബി പറയുന്നറിയോ? കേരള നദുവത്തുൽ മുജാഹിദിന്റെ മെമ്പർമാർ മാത്രം ഖബർ സിയാറത്ത് ചെയ്താൽ മതി. ഞാൻ വെറുതെ പറയല്ലേ, APK സുന്നികളൊന്നും ചെയ്യരുത്, നബി വിലക്കുമായിരുന്നു. കാരണം അവർ ഖബറിനടുത്ത് പോകുന്നത് സിയാറത്ത് നടത്താനല്ല. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ,
അള്ളാനെ പരലോകത്തോർക്കാനും മരണത്തോർക്കാനാണ് ഖബർ സിയാറത്ത്. ഇതാണോ കുട്ടികളെ കിട്ടാൻ, രോഗം മാറാൻ, വിസ കിട്ടാൻ, ഉന്നത സ്ഥാനത്തെത്താൻ, മറ്റോന്റെ കച്ചവടം നശിക്കാൻ ഒക്കെയല്ലേ പോണത്? ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആ കാര്യം ഗൗരവമായി എതിർത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഔലിയാക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു സമീപനമുണ്ട്, വളരെ വ്യക്തമായ ഒരു സമീപനം. ആരാ ഔലിയാക്കൾ? ആരാ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹ് പറയാട്ടോ, അതാ ഞങ്ങൾ എന്തുകൊണ്ട് പല കാര്യങ്ങളും മുകളിലെടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? പടച്ചോനെ ആരാണ് യഥാർത്ഥ ഔലിയ എന്ന് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയൊരു വർത്താനം വേറെ ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കൾ ആരാന്ന് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ഒരു ഔലിയാനെ പറ്റി വേറൊരാൾ വിശദീകരിക്കണോ? അതാണ് 10-ാം അധ്യായം 61, 62, 63 വചനം വായിച്ചേ. അല എന്ന അറബി പദം ഉപയോഗിക്കൽ എപ്പോഴറിയോ? ഗൗരവപ്പെട്ടൊരു കാര്യം ഈ സമൂഹത്തെ പഠിപ്പിക്കാനാണ്, വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം പഠിപ്പിക്കാനാണ്. നിങ്ങൾ അറിയണം, ഇന്ന ഔലിയ അല്ലാഹി, തീർച്ചയായും അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആരാ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട. കാരണം എന്താ? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ യഥാർത്ഥ വിശ്വാസികളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാലോ, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിച്ചിട്ട് ആ വിശ്വാസം ഉൽമ കലർത്താത്തവർ, അതാണ് 6-ാം അധ്യായം 82. ഇതിന്റെ വിശദീകരണം, ഈമാനിൽ ഉൽമ കലരരുത്. പിന്നെയോ അവർ മുത്തക്കികളാണ്. ഒരിക്കലും മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല, പലിശ കൊടുക്കില്ല, തിന്മ ചെയ്യില്ല, ഹറാമുകളിൽ വ്യാപൃതരാവില്ല, 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കും, നല്ലതൊക്കെ ചെയ്യും. ഇതാണ് അവരുടെ പ്രത്യേകത. അത് മത്സ്യ മാർക്കറ്റിലെ മുഹമ്മദ് ആക്കാക്കോ ഔലിയാകാം, മാർക്കറ്റ് കച്ചവടം ചെയ്യുന്ന ബഷീറിനോ ഔലിയാകാം. കാരണം അല്ലാഹ് പറഞ്ഞ മാനദണ്ഡം എന്താ? വിശ്വാസവും മുത്തക്കിയാവുക എന്നുള്ളതാണ്. നമ്മളോ കുടിക്കരുത്, നിസ്കരിക്കരുത്, നോമ്പോലിക്കരുത്, തെക്ക് വടക്കെടുക്കണം, എന്തൊക്കെയോ ഒരു ബന്ധമില്ലാതെ. നിങ്ങൾക്കറിയാലോ, ചങ്ങനാശ്ശേരി ദർഗന്റെ അടുത്ത് ഒരു ഔലി ഇങ്ങനെ കുത്തിരിട, ഒരു പോസ്റ്റിന്റെ അടുത്ത്. ഞാൻ ഈരാറ്റുപെട്ട ജോലി ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇയാളിങ്ങനെ ഇടക്ക് മുകളിലോട്ട് ഇങ്ങനെ നോക്കും. പ്രത്യേകിച്ച് ആളുകള് അങ്ങനെയാണല്ലോ, അയാളിങ്ങനെ മേലോട്ട് നോക്കിയിട്ട് ഇടക്ക് ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് വലൈക്കും സലാം. ജനങ്ങളെ വ്യാഖ്യാനം എന്താ അറിയോ? ജിബ്രീൽ പോയപ്പോ സലാം പറഞ്ഞു. മലക്കുകൾ പോയപ്പോ, മലക്കുകൾ പോയതല്ലടോ, എന്റെ തലക്ക് സ്ഥിരല്ലാത്ത മലക്ക് സലാം ചെല്ലിയത്. മലക്കല്ല, തലക്ക് സ്ഥിരല്ല. മലക്ക് ചെല്ലിയതല്ല, തലക്ക് ചെല്ലിയതാ. കിട്ടിയതാ ഇവിടുന്നോ. അല്ലാതെ എന്റെ പൊന്നാര മനുഷ്യന്മാരെ, പള്ളി പോലും പോകാതെ ഓരിസ്കരിക്കാതെ നിൽക്കുന്നവന് ജിബ്രീലിന് എന്തൊരു ഇഷ്ട. ശരിക്കും ആരാ ഒലികള്? 5 നേരം നിസ്കാരമുള്ളവരെ കൂടെ കൂടിക്കോളിന്നല്ലേ നമ്മള് സാധാരണ